മനീഷ്, വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. സർക്കാർ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം കാര്യക്ഷമമായില്ല. ഒപ്പം ഈ മരണത്തിലൊരു ദുരൂഹതയുണ്ടെന്നൊക്കെ കുടുംബം ആരോപിക്കുമ്പോൾ വലിയ പ്രധാനപ്പെട്ടതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അത് ഇന്ന് തന്നെ നടത്താം എന്നത് ഈ സാഹചര്യം പരിഗണിച്ച് പ്രത്യേകമായ ഒരു തീരുമാനം എടുത്തതാണോ? ഇതെല്ലാം അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി അച്ഛനും അമ്മയും ആ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. അത് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഉച്ചയോടുകൂടിയാണ് ആ ഒരു ദാരുണമായ വാർത്ത ആ കുടുംബത്തെ തേടിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുക എന്നത് തന്നെയാണ് പോലീസിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. കർണാടകത്തിലെ സ്പെഷ്യൽ ഫോഴ്സായിട്ടുള്ള സ്പെഷ്യൽ ഫോറൻസിക് സംഘമാണ് ഇപ്പോൾ ഈ വനത്തിനകത്ത് ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഫോറൻസിക് പരിശോധന നടത്തുന്നത്. കുട്ടിയുടെ പിതാവായിട്ടുള്ള രമേശിൻ്റെ സാന്നിധ്യത്തിലാണ് ആ തരത്തിലുള്ളൊരു പരിശോധന നടത്തുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹം മുകളിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. പ്രത്യേക ടാസ്ക് ഫോഴ്സാണ് മൃതദേഹം കണ്ടെത്തിയത്. അവർ തന്നെയാണ് ഇപ്പോൾ മൃതദേഹം മുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തും. അതിനുള്ള പ്രത്യേക പെർമിഷൻ, അതിപ്പോൾ സമയപരിധി കഴിഞ്ഞാലും പ്രത്യേക പെർമിഷൻ എടുത്തുകൊണ്ട് ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുകയും വിശദമായ പോസ്റ്റ്മോർട്ടം തന്നെ നടത്തുമെന്നാണ് കർണാടക ഈ പറഞ്ഞ ചിക്ക്മംഗ്ലൂർ SP പറഞ്ഞിരിക്കുന്നത്. വിശദമായ പോസ്റ്റ്മോർട്ടം നടത്തും. മാത്രമല്ല അത് ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുന്നതിനുള്ള ഒരു സജ്ജീകരണങ്ങളും ഉണ്ടാകും എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല ഈ ബന്ധുക്കളുടെ ആരോപണത്തിൽ, കുടുംബങ്ങളുടെ ആരോപണത്തിലെല്ലാം കൃത്യമായൊരു പരിശോധന, കൃത്യമായ അന്വേഷണം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നും പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഭിക്ഷക്കാരെ അവിടെ പെട്ടെന്ന് കാണാതായതും, അതുപോലെ തന്നെ സ്നിഫർ ഡോഗ് ഓടി ഈ പറഞ്ഞ കടയിലേക്ക് കയറിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി അന്വേഷിക്കും എന്ന ഒരു ഉറപ്പും എന്തായാലും SP ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. രാത്രിയോടുകൂടി മൃതദേഹം മുകളിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടക്കുകയും ചെയ്യും. അതിനുശേഷം ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ ഒരു സജ്ജീകരണങ്ങളാണ് എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ദിൽന. ശരി, മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.